إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والفجر وليال عشر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് മരണം വരെയും നമുക്കെല്ലാവർക്കും നിലനിർത്തി തന്ന് ഈമാൻ കിട്ടിയ ഒരു മരണവും സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെയുള്ള പ്രവേശനാനുമതിയും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയ എന്തിനേയും ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത്. റഹ്മാനായ റബ്ബ് പല വ്യക്തികളെ ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു പല സ്ഥലങ്ങൾക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. അല്ലാഹു പല മാസങ്ങൾക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. ആ ഭാഗത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച ചില ദിവസങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. നാം ഓതി വെച്ച ആയത്ത് വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം എന്ന് റഹ്മാനായ റബ്ബ് സത്യം ചെയ്യാൻ മാത്രം എടുത്തുദ്ധരിച്ചൊരു 10 ദിവസം. അത് ഏതാണ്? അതിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോട് കൂടെയോ അല്ലെങ്കിൽ നാളത്തെ മഗ്രിബോട് കൂടെയോ നാം പ്രവേശിക്കാൻ നിൽക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഈ 10 ദിവസങ്ങളാണ് എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദുൽഹിജ്ജ മാസം എന്ന് കേൾക്കുമ്പോൾ അത് ഹാജിമാർ മാത്രം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. ഹാജിമാർക്ക് അവിടെ പ്രത്യേകം ചില കർമ്മങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും പോകാൻ ഭാഗ്യം ലഭിക്കാത്ത നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ എത്രയോ പ്രതിഫലങ്ങൾ വാരി കൂട്ടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം അല്ലാഹു വിശ്വാസികൾക്ക് മാത്രം അവന്റെ പ്രത്യേക കരുണയുടെ ഭാഗമെന്ന നിലക്ക് നൽകുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ ഈ 10 ദിവസത്തെക്കുറിച്ച് പറഞ്ഞ ചില വർണ്ണനകൾ മാത്രം മതി അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ. അള്ളാന്റെ റസൂല് പറയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. ഭൂമി ലോകത്തിൽ വർഷത്തിൽ 365ഓളം ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് 10 ദിവസങ്ങളാണ് എന്നാണ്. 10 ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠത. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, അപ്പൊ റമളാനോ എന്ന്, റമളാനിലെ അവസാനത്തെ 10 എന്ന്. അതിന് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? റമളാനിലെ അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠത അടങ്ങുന്നത് അതിന്റെ രാത്രികളിലാണ് എന്നാണ്. എന്നാൽ പകലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ദുൽഹിജ്ജ മാസത്തിലെ പകലുകൾക്കാണ്, ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ ദിവസങ്ങളായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല അള്ളാന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന്. അപ്പൊ റബ്ബിന്റെ ഇഷ്ടം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാന്റെ ഇഷ്ടം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ അവസരം നമ്മുടെ മുമ്പിൽ വരാനില്ല എന്നല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂല് പറയാണ്, മാമിൻ അയ്യാമിൻ, ഒരു ദിവസങ്ങളുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന വേറെ ഒരു ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരാനില്ല എന്നാണ്. ഇത് പ്രഖ്യാപിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ രണഭൂമിയിലേക്ക് ഇറങ്ങുന്ന ജിഹാദ്, ആ ജിഹാദിനൊരു കൂലിയുണ്ടല്ലോ, ആ ജിഹാദ് ഇതിനേക്കാൾ വലുതല്ലേ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ജിഹാദും ഇതിനോളം വരൂല എന്നാണ്. ജിഹാദും ഇതിനോളം വരൂല എന്നാണ്. ഒരു മനുഷ്യൻ ജിഹാദിലേക്ക് ഇറങ്ങി, അവൻ രണഭൂമിയിലേക്ക് ഇറങ്ങി, അല്ലാഹു റസൂൽ പറയുക, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. ഒരു മനുഷ്യൻ രണഭൂമിയിലേക്ക് ഇറങ്ങി അവൻ ഷഹീദായി കഴിഞ്ഞാൽ അവൻ ഇവനേക്കാൾ മുമ്പിൽ ഉണ്ടാവും. പക്ഷേ ഇറങ്ങി തിരിച്ചു വരുന്നവനക്ക് കിട്ടുന്നൊരു കൂലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. രണഭൂമിയിലേക്ക് ജീവൻ പണയപ്പെടുത്തി ഇറങ്ങി തിരിച്ചു വരുന്നൊരു മനുഷ്യൻക്ക് കിട്ടുന്നൊരു കൂലി നമ്മൾ ആലോചിക്കും. ഹജ്ജിനേക്കാൾ വലിയ കൂലിയാണ് ജിഹാദ്. ജിഹാദിന് വേണ്ടി ഇറങ്ങിയത് ആ തിരിച്ചു വരുന്ന മനുഷ്യനിക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർക്ക് കിട്ടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സുഹൃത്തേ, നമ്മളെ കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയ അവസരം നമ്മുടെ മുമ്പിലേക്ക് വരാനില്ല എന്നാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉന്നതമായ പ്രതിഫലം, ഏറ്റവും അടിമയിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ഈ ദിവസത്തിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനാണല്ലോ പടച്ചവൻ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുക. അല്ലാഹു റസൂൽ പറയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ലമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫീ അശ്രിൽ അൽഹാ. അഥവാ ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഫലവത്തായത്, ഏറ്റവും പരിശുദ്ധി നിറഞ്ഞത് ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് അള്ളാഹു ഇത്രയേറെ മഹത്വം ഇതിന് നൽകിയതും മറ്റൊരു ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത പ്രതിഫലം ഈ 10 ദിവസങ്ങളിൽ അടിമ ചെയ്യുന്ന നന്മകൾക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം ഹദീസുകളൊക്കെ വിശദീകരിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. വല്ലദീ യൽഹറു, നമുക്ക് പ്രകടമാകുന്ന കാര്യം എന്താണെന്നറിയോ? അന്ന സബബു ഫി ഇംതിയാസി അശ്രി ദിൽ ഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദത്തി ഫീഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും ഒത്തുചേരുന്നൊരു ദിവസങ്ങളുണ്ടെങ്കിൽ അത് ഈ 10 ദിവസങ്ങൾ മാത്രമാണ് എന്നാണ്. റമളാനിൽ നോമ്പുണ്ടോ? നോമ്പുണ്ട്.
ഉംറ ഉണ്ട്, ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷെ ഹജ്ജുണ്ടോ? ഹജ്ജില്ല. പക്ഷെ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയോ ഹജ്ജുമടക്കം നോമ്പും എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഇതാണ് എന്ന്. അപ്പോ തലതൊട്ടപ്പന്മാരായ ഏറ്റവും പ്രധാനപ്പെട്ട നന്മകൾ സമ്മേളിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. മാത്രമല്ല അറഫ ദിവസത്തിലാണ് റഹ്മാനായ റബ്ബ് തന്റെ അടിമകളെ നോക്കി അഭിമാനം കൊള്ളുമെന്നാണ്. അഭിമാനം കൊള്ളും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. എത്രയോ മനുഷ്യരെ അള്ളാഹു നരകത്തിൽ നിന്നും മോചനം നൽകുന്ന ദിവസമാണ്. അടിമകളിലേക്ക് നോക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വീമ്പ് പറയുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രമുള്ള ഗംഭീരമായ ഒരു ദിവസം ഈ 10 ദിവസങ്ങളിൽ ഒന്നിലാണ് വരുന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഈ ദിവസങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠതയും പദവിയും മഹത്വവും എല്ലാം റഹ്മാനായ റബ്ബ് നൽകിയത്. എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അതിന് കൂടെ ഒരു ചെറിയ ഉത്തരം കണ്ടാൽ അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്തായിരിക്കും. ഒന്നെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? എപ്പോഴും ഒരു കർമ്മങ്ങൾക്കുള്ള അവസരം, വർദ്ധിത കൂലി കിട്ടുന്ന ഒരു സീസണിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു വിശ്വാസി ഒന്നാമതായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? പടച്ചോൻ അവനിക്ക് ഫർളാക്കിയത് എന്താണോ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കുക എന്ന് തന്നെയാണ്. ഫർളൊക്കെ ഒഴിവാക്കിയിട്ട് സുന്നത്ത് കുറെ കാര്യങ്ങൾ ചെയ്തോളൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അത് അല്ലാഹ് വെട്ടി തുറന്ന് പറഞ്ഞ കാര്യമാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഫതറതുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ, അവന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക വഴിയാണ് ഒരു മനുഷ്യനിലേക്ക് ഏറ്റവും അടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫർളാക്കിയ നിസ്കാരം സുഹൃത്തുക്കളെ ഒരു വീഴ്ചയും വരുത്തരുത്. നമുക്കൊരു പ്രത്യേക ഒരു വാശി വേണം. എന്ത്? ഈ 10 ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും നമ്മളെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു 10 ദിവസം എന്റെ ജമാഅത്ത് ഒന്നുപോലും ഞാൻ മിസ്സാക്കൂല ഇൻഷാ അല്ലാഹ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയോ? ഇതുവരെ ഇല്ലാത്തൊരു പദവി, ഇതുവരെ ഇല്ലാത്തൊരു സ്ഥാനം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമയബന്ധിതമായി നിർവഹിക്കണം ആരാധനകർമ്മം എന്നുള്ള നിലക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ നോമ്പാണ്. നോമ്പ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. കാന യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിൽ 9 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ 2 നിലയ്ക്ക് വ്യാഖ്യാനിച്ചു. 9ാമത്തെ ദിവസവും നോമ്പ് നോൽക്കുക, പിന്നെ പ്രത്യേക ഹദീസുകൾ പരാമർശിക്കപ്പെട്ട കാര്യമാണ് അറഫാ ദിനത്തിലെ നോമ്പ്. രണ്ടാമത്തതോ ഈ 9 ദിവസവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നു എന്നാണ്. കാരണം എന്താ? എല്ലാ നന്മകൾക്കും ഉന്നതമായ പ്രതിഫലം. അപ്പൊ ഒരു സുന്നത്ത് നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം 70 വർഷത്തെ വഴിദൂരത്തേക്ക് ആ മനുഷ്യന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് മാറ്റുമെന്നല്ലേ? അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഉന്നതമായ പ്രതിഫലം ഒരു പക്ഷേ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പ് നോൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അൽഹംദുലില്ലാഹ് മഴയുമൊക്കെ വന്ന് അന്തരീക്ഷമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യത്തെ പരമാവധി സുന്നത്ത് നോമ്പുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ദുൽഹിജ്ജ 9 നാം നിർവഹിക്കുന്ന നോമ്പ് സുഹൃത്തുക്കളെ, എത്രയാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് കരുണ കാണിച്ചെന്നറിയോ? അള്ളാന്റെ റസൂൽ പറയാണ്, യുകഫിറു സനതൽ മാലിയ വൽ ബാഖിയ. കഴിഞ്ഞൊരു വർഷത്തിലും ഇനി വരാനിരിക്കുന്ന ഒരു വർഷം, 2 വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നുപോയ ചെറിയ പാപങ്ങളെ ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ ദുൽഹിജ്ജ 9ന്റെ നോമ്പ് ഏതായിരുന്നാലും നമ്മൾ ഒഴിവാക്കരുത്. ഈ 9 ദിവസം നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? അതായിരിക്കും ഒന്നുകൂടെ ഹൈറ് എന്നാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നോമ്പുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശിഷ്യ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു മുതൽ മുടക്കുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, എന്തെല്ലാം ശാരീരിക ദുർബലത നാവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അൽഹംദുലില്ലാഹ് നമുക്ക് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, അല്ലെ? തക്ബീർ നമുക്ക് ചൊല്ലാം. ഈ തക്ബീർ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പിന്നെ പെരുന്നാളിന്റെ അന്ന് മാത്രം ചൊല്ലേണ്ട കാര്യമല്ല.
ദുൽഹിജ്ജ 1 ആകുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അജ്മഈൻ, അവർ രണ്ടുപേരും ഒക്കെ പൊതുവെ സ്വഹാബത്തിന്റെ ഒരു ശൈലിയായിരുന്നു. അങ്ങാടികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് അവരിങ്ങനെ തക്ബീർ ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ ഈ സുന്നത്തുകളൊക്കെ ആരാ പുനർജീവിപ്പിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഹനത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പോലും നമുക്ക് തക്ബീറുകൾ ചൊല്ലാം, തഹ്മീദുകൾ ചൊല്ലാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കോർവയിൽ ചൊല്ലുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് കാണാൻ കഴിയും. അപ്പോ ദിക്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 10 ദിവസം ശരിക്കൊന്ന് ആറ്റിക്കുറിക്കൊന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന് ശേഷവും നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയേക്കാം. സുഹൃത്തുക്കളെ, അറിയാത്ത ആരും ഇത് കേൾക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എത്ര കണ്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. ഒരു പരിഹാരമാകട്ടെ ഈ 10 ദിവസം എന്നാണ് എനിക്ക് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. സുഹൃത്തെ, റമളാൻ കഴിഞ്ഞപ്പോൾ പലരും എടുത്തു വെച്ചോ. റമളാൻ കഴിഞ്ഞപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിച്ചിട്ടുണ്ടോ എന്ന് വലിയൊരു ആത്മവിമർശനം നാം നടത്തേണ്ടതുണ്ട്. അതൊന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. എത്രത്തോളം നമുക്ക് ഓതാൻ കഴിയുമോ? റമളാനിന്റെ പകലുകളിൽ നാം ഓതി തീർക്കാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു നമുക്ക്. അന്നത്തെ ദിവസത്തിൽ നമുക്ക് നൽകാൻ പോകുന്ന കൂലിയാണ് അതിന്റെ പിന്നിലെ പ്രേരകമെങ്കിൽ ആ അല്ലാഹ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അന്നത്തെ ദിവസത്തേക്കാൾ റമളാനിന്റെ പകലുകളേക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ള പകലുകളിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് കരുതുമ്പോൾ, സഹോദരാ, റമളാനിന്റെ പകലുകൾ എവിടെ ഒരു സമയം കിട്ടിയപ്പോഴും നാം എടുത്തത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു. ജമാഅത്തിന് നാം ഒന്ന് പ്ലാൻ ചെയ്ത് നേരത്തെ വന്നു, ഒരൽപ്പം കഴിഞ്ഞാണ് നാം പോയത്. എന്തിനായിരുന്നു ആ പ്ലാനിങ്? വിശുദ്ധ ഖുർആൻ ഒന്ന് ഖത്തം തീർക്കണമെന്നൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ 1/3 നമുക്ക് പ്ലാൻ ചെയ്താൽ നടക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം എത്ര കണ്ട് നമുക്ക് അധികരിക്കാൻ കഴിയുമോ അത് നാം വലിയ ഒരു നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തും. അത് ഏറ്റവും കൂടുതൽ റഹ്മാനായ റബ്ബ് നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ മികവ് കാത്തിരിക്കുന്നൊരു സമയമാണ് ഈ ദിവനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. 5ാമതായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നന്മയായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഇതൊരു ചെറിയൊരു ഖുത്ബയിൽ ഇന്ന കാര്യങ്ങളെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നത് പോലും പുണ്യമാണെന്ന് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു സഹായം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നതും കൂലിയാണെന്ന് പറയുമ്പോൾ, ഒരു ചായ മേടിച്ചു കൊടുക്കുന്നത് പോലും കൂലിയാണെന്ന് പറയുമ്പോൾ, അവനൊന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവന്റെ മുതുകത്തൊന്ന് തട്ടി നല്ല വാക്ക് പറഞ്ഞ ടെൻഷൻ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ നമ്മുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടെങ്കിൽ അതുപോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ, നാം ചെയ്യുന്ന ഏത് വാക്കും പ്രവൃത്തിയും അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ ഉപയുക്തമാണെങ്കിൽ അതെല്ലാം ഇബാദത്താണെന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തി നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിനെ വരവ് വെക്കാൻ ഏറ്റവും നന്നായി പണിയെടുക്കേണ്ട സമയങ്ങളിലാണ്, സന്ദർഭങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മകൾ പരമാവധി ചെയ്യുക. സ്വതക്കകൾ അതിൽ മിഴച്ചു നിൽക്കുന്ന കാര്യമാണ്. സ്വതക്കകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മലക്കിന്റെ പ്രാർത്ഥന ഏറ്റവും ദ്രുതഗതിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ മാത്രം പര്യാപ്തമാണ് സ്വതക്കകൾ എന്നുള്ളത്. സുഹൃത്തുക്കളെ, പാപങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. നല്ല നല്ല സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മുടെ മുൻഗാമികളൊക്കെ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. മഹാനായ താബിഈ വര്യൻ സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഇത്തരം ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പതിവ് എന്തായാലും നമുക്ക് കാണാൻ കഴിയും. ഇദാ ദഖല അയ്യാമൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ. അദ്ദേഹം ധാരാളമായി കൊണ്ട് അധ്വാനിക്കും. എന്തധ്വാനിക്കും? ഒരു പെരുന്നാളിന്റെ സീസൺ ആണെന്ന നിലയ്ക്ക് ഭൗതികപരമായ അധ്വാനമല്ല, അത് വേണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷേ അദ്ദേഹം പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കും. എത്രത്തോളം അറിയോ? ഇനി ഒരിക്കലും ഇതിനപ്പുറത്തേക്കാം അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു മാക്സിമത്തിന്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ അദ്ദേഹം പണിയെടുത്തിരുന്നു എന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കാര്യമല്ല, നമ്മുടെ മുൻഗാമികളൊക്കെയും ഒരു നന്മക്കുള്ള അവസരം കിട്ടുമ്പോൾ വളരെ ഗൗരവത്തിൽ അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് നല്ല ഗൗരവം കൊടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇൻഷാ അല്ലാഹ് ആയുർ ആരോഗ്യത്തോടു കൂടെ
അള്ളാന്റെ തൗഫീഖോട് കൂടെ നമ്മൾ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സാധാരണ ദിവസങ്ങളെ പോലെ കാണരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ നേടിയെടുക്കുവാൻ അതിലൂടെ സഞ്ചരിക്കുവാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മുൻപിലേക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് വരുന്നത്. ഈ ദിവസങ്ങളെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ നാം കർമ്മങ്ങളോട് കാണിക്കുന്ന വിലയാണ് യഥാർത്ഥത്തിൽ പരലോകത്തിൽ നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുന്നിടത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതാണ് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഏതൊരു കാര്യവും ഏറ്റവും നന്നായ രൂപത്തിൽ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലുണ്ടാകേണ്ട ഒന്നാണ് നല്ലൊരു തയ്യാറെടുപ്പ് എന്നുള്ളത്. പ്ലാനിംഗ് ഇല്ലാത്ത ഒന്നും വിജയിക്കും. പ്ലാനിംഗ് ഇല്ലാത്ത എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. പൊതുവെ ഒരു ആപ്തവാക്യമുണ്ട്. എന്താ? ഒരു സിസ്റ്റം ഉണ്ടെങ്കിലേ ഒരു വിജയമുള്ളൂ എന്നാണ്. ഒരു വ്യവസ്ഥയുണ്ടെങ്കിലേ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ ഭൗതികപരമായ എല്ലാ കാര്യങ്ങളിലും നാം ആ കാര്യം വളരെ കൃത്യമായി ചെയ്യുന്ന ആളുകൾ. ഒരു വീട് വെക്കാൻ നാം ഉദ്ദേശിക്കുമ്പോൾ സ്ഥലം വാങ്ങുന്നിടത്ത് പോലും നാം എത്ര കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് നാം കാണുന്നത്, എല്ലാ ഓരോ സ്റ്റെപ്പുകളിലും തിരിച്ചും മറിച്ചും വരച്ചും വെട്ടിയും എത്ര പ്ലാനിങ്ങുകൾ നടത്തിയാണ് ഭൗതികപരമായ ഓരോ ഫുഡ് സ്റ്റെപ്പിലും നാം ചെയ്യുന്നത്. സുഹൃത്തേ, എന്നെന്നും പോയി കിടക്കേണ്ട പരലോകം, ശാശ്വതമായ ജീവിതം ഏറ്റവും നയനമനോഹരമാകണമെങ്കിൽ ഈ സമയങ്ങളെ, അതിനുവേണ്ടി ഉപയുക്തമായ സമയങ്ങളെ പടച്ചറബ് നമുക്ക് നൽകുമ്പോൾ ഇതിനേക്കാൾ വേഗത്തിൽ ഈ 10 ദിവസവും കടന്നു പോകും. അങ്ങനെ പോകാതിരിക്കാൻ ഓരോ മിനിറ്റുകൾ നമുക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ശക്തമായൊരു പ്ലാനിംഗ് ഉണ്ടാകണം. ഒരു പേനയും പേപ്പറും എടുത്തൊരു 5 മിനിറ്റ് മാറിയിരുന്നു എന്റെ ഈ 10 ദിവസങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അതിനുവേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റിവെച്ചാലും സുഹൃത്തെ, അതൊന്നും നമുക്കൊരിക്കലും നഷ്ടമാവുകയില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, റഹ്മാനായ റബ്ബ് റമളാനിനെ നൽകിയ റബ്ബാണെങ്കിൽ ആ റബ്ബ് തന്നെയാണ് ഈ 10 ദിവസങ്ങളെയും എനിക്ക് നൽകുന്നത്. ഇത് എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്റെ റബ്ബ് നൽകിയ ഔദാര്യമാണെന്ന് മനസ്സിലാക്കി ഇതിന് ഏറ്റവും നന്നായി അധ്വാനിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓരോരുത്തരും വ്യക്തിപരമായ പ്ലാനിംഗ് ഉണ്ടാക്കണം. സുഹൃത്തുക്കളെ, ഞാൻ ഇത്ര സ്വതക്ക കൊടുക്കും, അത് ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥകൾക്കനുസരിച്ച് മാറും. അത് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാനൊന്ന് കൊടുക്കണം, അല്ലെ? അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പിന്നെ ഞാൻ ഇത്ര തവണ വിശുദ്ധ ഖുർആൻ ഇത്ര ഭാഗം ഞാൻ ഓതും, അത് ഒരു തവണ പൂർത്തിയാക്കാൻ കഴിയുമോ? അവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാറുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്. ഏതാ കാര്യം ഉറപ്പെന്നറിയോ? നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം റഹ്മാനായ റബ്ബിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. അല്ലാഹ് നമുക്ക് നൽകിയ വാക്കാണ്. എന്താ? നമ്മുടെ വിഷയത്തിൽ ആരാണോ ഒന്ന് ഇറങ്ങി പുറപ്പെടുന്നത്, ഇന്നതൊക്കെ നേടണം, ഇന്നിനെ പോലൊക്കെ ചെയ്യണം എന്നൊരു ജിഹാദ് ചെയ്യാൻ ആരാണോ ഒരുക്കം, അവർക്ക് അതിനേക്കുള്ള വഴി, മാർഗം ഞാൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. കാരണം അല്ലാഹു സുകൃതം ചെയ്യുന്നവരുടെ കൂടെയുണ്ട് എന്ന. സുഹൃത്തെ, ഇവിടെ പറഞ്ഞതൊക്കെയും സുകൃതം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നന്മകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ പിന്നിൽ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്ലാനിങ് ചെയ്യണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ ഇത്തരം അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നാം ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം എന്താണ് സുഹൃത്തെ? പാപമോചനമാണ്. പാപമോചനമാണ്. ഈ റമളാനിന് കഴിഞ്ഞ ഒരു 2 മാസം തികഞ്ഞിടയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുപോയതിനെ നമുക്ക് ഓർമ്മയുള്ള തെറ്റുകളെന്ന് നിങ്ങൾ ആലോചിക്കും. ഇഷ്ടം പോലെ ഒരു പക്ഷെ ഉണ്ടാകാം സുഹൃത്തേ, ഇതുണ്ടാവും, സ്വാഭാവികമാണ്. ഇതറിയുന്ന റബ്ബ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് ഓഫറുകൾ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. ഒരൊറ്റൊരു വർഷത്തെങ്ങളൊന്ന് എഴുതി വെച്ചു, എന്തെല്ലാം അവസരങ്ങളാണ് തെറ്റ് തിരുത്താൻ, തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ, ഏത് തിന്മകൾ എവിടെ നിന്ന് വെച്ച് ബോധ്യം
ബോധ്യപ്പെടുന്നുണ്ടോ അതെല്ലാം പടച്ച റബ്ബിനോട് ഏറ്റു പറയാൻ ഒതുങ്ങുന്ന ചെറുതും വലുതുമായ ഒട്ടനേകം സമയങ്ങളും സന്ദർഭങ്ങളും നമുക്ക് നൽകി അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെല്ലാം പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഈ 10 ദിവസങ്ങൾ കഴിഞ്ഞ് ഈദ് മുസല്ലയിലേക്ക് നാം വരുമ്പോൾ ഒരു റമളാൻ കഴിഞ്ഞ് നാം എത്രത്തോളം ഒരു സുന്ദരമായ മാനസികാവസ്ഥയിൽ വന്നുപോകും, അതുപോലെ തന്നെ വരാൻ അല്ലാഹ് നമ്മളെ ക്ഷണിക്കുന്നു. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. അല്ലാഹു ഖൈറിലേക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, ഒരു നന്മ നമുക്ക് അധികരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു തിന്മ പോലും വരരുത്, ഒരു തിന്മ പോലും വരരുത്. കാരണം റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതും നോക്കി നിൽക്കുന്നതും എത്രത്തോളം ഇവൻ എന്റെ അവസരം ഉപയോഗപ്പെടുത്തി നന്മ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊതിക്കുമെന്ന് ഓരോ വിശ്വാസിയെയും റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുമ്പോൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊക്കെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ പടച്ച റബ്ബ് നൽകിയിട്ടും തിന്മകളിലേക്കാണ് പോകുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, റഹ്മാനായ റബ്ബിന്റെ തിരിച്ചടി അത് ഏത് രൂപത്തിലാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തെ, വാക്കും പ്രവർത്തനവും നോട്ടങ്ങളും എല്ലാം ഒന്ന് ശരിക്ക് കൃത്യമായി നിരീക്ഷിക്കുക. എവിടെയും ഒരു തിന്മയും അരുതായ്മകളും വരുന്നില്ല എന്ന് നമ്മുടെ ഒരു മാക്സിമത്തിൽ നിന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസങ്ങൾ കൂടെയാണ് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാവിധ ഖൈറിലേക്കും നമുക്ക് ഹുദവി പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നന്മകളും സ്വായത്തമാക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും ചെയ്തു വെച്ച പാപങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിക്കുവാനും അള്ളാഹു എന്തൊരു ലക്ഷ്യത്തിനാണ് ഒരു അടിമയ്ക്ക് 10 ദിവസത്തിൽ നൽകുന്നത് അത് അതിന്റെ ഒരു പരിപൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകൾ കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ, നീ അവർക്ക് എല്ലാവർക്കും ശമനത്തെ പ്രദാനം ചെയ്യുമാറാകണം. അവരുടെ എല്ലാവിധ ഇടങ്ങറുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ മാറ്റി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരോടൊപ്പം തന്നെ ഞങ്ങളുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇടം നൽകി ഞങ്ങൾ എല്ലാവരെയും നീ ആദരിക്കണേ, ബഹുമാനിക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.